സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ 5 ലക്ഷം രൂപയിലധികമുള്ള ബില്ലുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറി നൽകില്ല. നേരത്തെ 25 ലക്ഷമായിരുന്നു പരിധി. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അപ്ഡേറ്റ്സുമായി. പ്രതീഷ്, ഈ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള പെട്ടെന്നുണ്ടായ സാഹചര്യം എന്താണ് സർക്കാരിന്? SKN സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടിയാണ് സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം കൊണ്ടുവരുന്നത്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ നേരത്തെ മാറാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ പരിധി ഇപ്പോൾ 5 ലക്ഷം രൂപയായി സർക്കാർ കുറച്ചിട്ടുണ്ട്. ഈ നിയന്ത്രണം തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒരു ഘട്ടത്തിൽ 5 ലക്ഷം രൂപയായി പരിധി കുറച്ചിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് വീണ്ടും 25 ലക്ഷമായി പരിധി പുനഃസ്ഥാപിച്ചത്. പക്ഷേ ഈ ഓണക്കാലത്ത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി വലിയ തുക സർക്കാരിന് ചെലവാക്കേണ്ടി വന്നു. കേന്ദ്രം 4200 കോടി രൂപ കടമെടുക്കാനും അനുമതി നൽകിയിരുന്നു. ഈ ഡിസംബർ വരെ ഇനി 1200 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക. ഈ സാഹചര്യത്തിലാണ് ട്രഷറി നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതരായിട്ടുള്ളത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ കഴിയില്ല എന്നതാണ് നിലവിൽ ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായ നിർദ്ദേശം ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതി നടത്തിപ്പിനടക്കം ഈ തീരുമാനം പ്രതികൂലമായി ബാധിക്കുമെന്നൊരു ആശങ്ക ഈ ഘട്ടത്തിൽ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ട്രഷറി നിയന്ത്രണമല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.